ബഹുമാനായ നിയമസഭാ സ്പീക്കർ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ബഹുമാനായ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, പ്രിയപ്പെട്ട ശ്രീ സ്റ്റീഫൻ ജോർജ്, പ്രിയ അനിൽ വേഗ, സുഹൃത്തുക്കളെ, ഏറ്റവും ആഹ്ലാദകരമായ ഒരു സന്ദർഭത്തിനാണ് ഞാനും നിങ്ങളും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച മാണി സാറിൻ്റെ ആ ബജറ്റുകളുടെ ആമുഖമായ പ്രസംഗങ്ങൾ അവ സമാഹരിച്ച് 13 പ്രസംഗങ്ങൾ സമാഹരിച്ച് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുകയാണ്. രാഷ്ട്രീയ കേരളത്തിൻ്റെ പാഠപുസ്തകം എന്നാണ് മാണി സാറിനെ പലരും വിശേഷിപ്പിക്കാറുള്ളത്. ആ പാഠപുസ്തകം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ വരും തലമുറകൾക്ക് ഈ സമാഹാരത്തിലൂടെ അവസരം ലഭിക്കുകയാണ്. മനോഹരമായ പ്രൊഡക്ഷൻ. സാധാരണ രീതിയിലുള്ള ഒരു പുസ്തകത്തിൻ്റെ സൈസ് അല്ല ഇത്. ക്രൗൺ 1/4 സൈസിൽ, ഇതൊരു ഓഡ് സൈസാണ്. ക്രൗൺ 1/4 സൈസിൽ 615 പേജുള്ള വളരെ ബൃഹത്തായ ഒരു സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. മാണി സാറിൻ്റെ ബജറ്റുകളെ പറ്റിയൊക്കെ ഇവിടെ ആധികാരികമായി പറയാൻ അവകാശമുള്ളവരും അർഹതയുള്ളവരും വേറെയുണ്ട്. എന്നെപ്പോലുള്ള ആളുകൾ അതൊക്കെ അകലെ നിന്ന് കേൾക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ പല കാര്യങ്ങളും മാണി സാറിൻ്റെ ബജറ്റ് അവതരണത്തിൽ ഉണ്ടായിട്ടുള്ളതായി ഞാൻ ഓർമ്മിക്കുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബജറ്റ് 1976-77 ബജറ്റിൽ ഇവിടെ പറഞ്ഞല്ലോ, വികസനത്തിൻ്റെ രൂപരേഖയാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു ജനതയുടെ വികസനത്തിൻ്റെ രൂപരേഖയാണ് മാണി സാർ അവതരിപ്പിക്കുന്ന ഓരോ ബജറ്റും എന്ന്. ആ ആദ്യത്തെ ബജറ്റിൽ തന്നെ അദ്ദേഹം ചെയ്ത കാര്യം, ഒന്ന്, അന്നുവരെ ആരും സ്പർശിക്കാതിരുന്ന അഭിഭാഷകരുടെ ക്ഷേമനിധി എന്ന് പറയുന്ന ഒരാശയം ആ ബജറ്റിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. എല്ലാ ബജറ്റിലും അദ്ദേഹം ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഒരു ക്ഷേമനിധി അല്ലെങ്കിൽ ഒരു പെൻഷൻ പ്രഖ്യാപിക്കുക പതിവായിരുന്നു. ഈ ആദ്യത്തെ ബജറ്റിൽ തന്നെ കേരളത്തിലെ സ്വകാര്യ കോളേജ് അധ്യാപകരൊക്കെ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവും കാണാൻ നമുക്ക് കഴിയും. ഇത്തരത്തില് ഓരോ ബജറ്റും ജനപ്രിയമാകുന്ന ഒരു അനുഭവം മാണി സാറ് കേരളത്തിന് ആ 13 ബജറ്റുകളിലൂടെയും നൽകിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നത്, 2011-12 ബജറ്റില് മാണി സാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 33 റോഡുകളുടെ നിർമ്മാണ പദ്ധതിയാണ്. അതോടൊപ്പം 12 പാലങ്ങളുടെയും കൂടെ നിർമ്മാണ പരിപാടി അദ്ദേഹം ആ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. നോക്കണേ, ഈ റോഡുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള 45 പദ്ധതികൾ അദ്ദേഹം ഒരൊറ്റ ബജറ്റിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടും തീർന്നില്ല, കണ്ണൂർ വിമാനത്താവളത്തിന് ആദ്യമായി 30 കോടി രൂപ അനുവദിക്കുന്നത് ഈ 2011-12 ബജറ്റിലാണ്. അതോടൊപ്പം കൊച്ചി മെട്രോയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 25 കോടി അനുവദിച്ചതും അതേ ബജറ്റിലാണ്. അതും തീർന്നില്ല, വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ തുടക്കത്തിന് വേണ്ടുന്ന ബജറ്റ് വിഹിതം അനുവദിക്കുന്നതും ഈ ബജറ്റിലാണ്. അതോടൊപ്പം കോട്ടയത്ത് ഒരു മോബിലിറ്റി ഹബ്ബ്, കോട്ടയം കോടിമതയിലെ ട്രെയിൻ, വിമാനം, ബസ്, ഈ 3 സഞ്ചാര മാർഗങ്ങളുടെ ഒരു സംഗമസ്ഥാനം രൂപപ്പെടുത്താനായിട്ടുള്ള പദ്ധതി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതേ ബജറ്റിൽ തന്നെ മലയോര വികസന അതോറിറ്റി, വള്ളുവനാട് വികസന അതോറിറ്റി, ഭരണങ്ങാനം വികസന അതോറിറ്റി, വർക്കലയുടെ സമഗ്ര വികസന പരിപാടി, ശബരിമലയുടെ സമഗ്ര വികസന പദ്ധതി, പിന്നെ മാലിന്യമുക്ത കേരളം പദ്ധതി, അത് മാണി സാറാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ അതേ ബജറ്റിലാണ് കേരളത്തിലെ കർഷക തൊഴിലാളി പെൻഷന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയും. കേരളത്തിലെ 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് പ്രതിമാസം 300 രൂപ വെച്ചുകൊണ്ടുള്ള ഒരു പെൻഷൻ പദ്ധതിയും ഈ 2011-12 ആ ഒറ്റ ബജറ്റിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതുപോലെ അദ്ദേഹത്തിന്റെ 13 ബജറ്റുകളിലും ഇങ്ങനെ നിരന്തരമായി വികസന പരിപാടികളുടെ അവതരണം നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ, ഒരു ജനതയുടെ വികസനത്തിന്റെ രൂപരേഖയായി ബജറ്റ് പരിണമിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അത്ഭുതം മാണി സാറാണ് കേരളത്തിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് പരാമർശിക്കുന്നു. എനിക്ക് അധികം സംസാരിക്കാൻ അനുവാദമില്ല. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തുടക്കത്തിൽ ഒരു കവിത അവതരിപ്പിക്കുക,
ഒരു സംസ്കൃത ശ്ലോകം അവതരിപ്പിക്കുക, ബജറ്റ് അവസാനിപ്പിക്കുമ്പോൾ അതൊരു സംസ്കൃത പദ്യത്തിൽ അവസാനിപ്പിക്കുക. ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ മാണി സാറ് പ്രകടിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1986, 87 തോന്നുന്നു അദ്ദേഹം ബജറ്റ് പ്രഭാഷണം ആരംഭിക്കുന്നത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്തി ആവു ന ശോഷയതി മാരുത എന്നാണ്. ഇത് ഭഗവത്ഗീതയിലെ ആത്മാവിനെ പറ്റി പറയുന്ന ഭാഗമാണ്. ശരീരത്തിന് ഉണ്ടാകുന്ന ആ പീഡനങ്ങളൊന്നും ആത്മാവിനുണ്ടാവുകയില്ല എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എന്താണ് ഈ ഭഗവത്ഗീതയിലെ ഒരു മന്ത്രഭാഗം ഉദ്ധരിച്ചുകൊണ്ട് സാറ് ബജറ്റ് പ്രസംഗം ആരംഭിച്ചതിന്റെ കാരണം? ഞാൻ പിന്നീട് ഒരിക്കൽ ചോദിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ബജറ്റ് ഗീതയിൽ ആത്മാവിനെ പറ്റി പറയുന്ന ഭാഗമാണല്ലോ. അപ്പൊ സാറ് പറഞ്ഞു, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആത്മാവിനെ ഈ ഇത്തരത്തിൽ ഒന്നിനും പീഡിപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ അവതരിപ്പിക്കുന്ന ഈ ബജറ്റ് കേരളത്തിന്റെ ആത്മാവാണ്, അതിനെ ആർക്കും പീഡിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ്. അപ്പൊ അത്തരത്തില് വളരെ അർത്ഥവത്തായ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെ ഭാഗങ്ങൾ കണ്ടെത്തി ഈ ബജറ്റ് പ്രഭാഷണത്തിൽ ഉൾച്ചേർത്ത് ആ ബജറ്റ് പ്രസംഗത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം മാണി സാറാണ് ഇവിടെ സ്വീകരിച്ച് കണ്ടിട്ടുള്ളത്. 2013-14 ബജറ്റാണെന്ന് തോന്നുന്നു അവസാനിപ്പിച്ചത് ഋഗ്വേദത്തിലെ അവസാനത്തെ മന്ത്രത്തോടു കൂടിയാണ്. സമാനീവ ആഗോതി സമാനി ഹൃദയാനിവ സമാന വസ്തുവോ മന യഥാവ സുസഹാസതി എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാല്, സമാനീവ ആഗോതി എല്ലാവരുടെ അഭിപ്രായം ഒന്നാണ്, സമാനീവ ഹൃദയാനിവ എല്ലാവരുടെയും ഹൃദയങ്ങൾ ഒന്നായിരിക്കണം, സമാന വസ്തുവോ മന എല്ലാവരുടെയും മനസ്സ് ഒന്നായിരിക്കട്ടെ, യഥാവ സുസഹാസതി അങ്ങനെയാണ് ക്ഷേമം ഉണ്ടാകുന്നത്, അനുഭവപ്പെടുന്നത് എന്നാണ്. അപ്പൊ മാണി സാറിന്റെ വീക്ഷണം അതാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ള ഭേദമില്ലാതെ എല്ലാവരും ഒരേ ആശയത്തില് ഈ ബജറ്റിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ബജറ്റിന്റെ ശരീരത്തെയും ആത്മാവിനെയും ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വിസ്മയം അവതരിപ്പിച്ച മഹാമനീഷിയാണ്, തൃഷ്ണാശാലിയാണ്, ദീർഘവീക്ഷണ ഉള്ള രാഷ്ട്രീയ നേതാവാണ് മാണി സാറ് എന്നുള്ളത് നമ്മളിവിടെ ആദരപൂർവ്വം ഓർമ്മിക്കുന്നു. അത് അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു.